ഒരാന കയ്യിൽ വന്ന് ചേർന്ന ഉടൻ ആ ആനയുടെ ജാതകം എഴുതിക്കുക. എഴുതപ്പെട്ട ജാതകപ്രകാരം തന്നെ ഈ ആന ഏതാനും മനുഷ്യരുടെ ജീവൻ എടുക്കുമെന്ന് പ്രവചിക്കപ്പെടുക. ജാതകം അച്ചട്ടായതോ അതോ ജാതകം എഴുതിയ ജ്യോത്സ്യൻ്റെ മഹത്വമോ, ഇതിലെന്തു തന്നെ ആയാലും, അതല്ല കേവലമായ യാദൃച്ഛികത മാത്രമായാലും, പ്രവചിക്കപ്പെട്ടതുപോലെ പിൽക്കാലത്ത് കറതീർന്ന കൊലപാതകത്തിലൂടെയും കൈക്കുറ്റപ്പാട് ഏതുമില്ലാത്ത ലക്ഷണ പ്രഭാവത്തിലൂടെയും ഒരേ സമയം സുപ്രസിദ്ധിയും കുപ്രസിദ്ധിയും വെട്ടിപ്പിടിക്കുക. അങ്ങനെ ഒരാന താരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ പ്രേക്ഷകരെ, നമ്മുടെ ഓർമ്മകളെ, നമ്മളുടെ ആന അനുഭവങ്ങളെ വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് പിന്നിൽ ആ ഒരു പോയ കാലഘട്ടത്തിൻ്റെ പ്രതീകം പോലെ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കുളപ്പടവ് കാണാം. ഇടിഞ്ഞു പൊളിഞ്ഞ കൽ മതിലുകൾ കാണാം. ഇത് കോങ്ങാട് കുട്ടിശങ്കരൻ എന്ന ആനയുടെ ഉടമകൾ എന്ന് പറയാവുന്ന കോങ്ങാട് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ അതിൻ്റെ ജന്മിമാരായിട്ടുള്ള ആ മനയുടെ കുളപ്പടവും കുളവുമൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോങ്ങാട് കുട്ടിശങ്കരൻ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വർഷങ്ങൾക്കപ്പുറം ഞങ്ങൾ ഈ മനയിലും മനയുടെ മുറ്റത്തും തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഈ മനയുടെ മുന്നിലൂടെയുള്ള ഈ പടവുകളിലൂടെയുമൊക്കെ കോങ്ങാട് കുട്ടിശങ്കരനെയും കൊണ്ട് നടന്നിട്ടുണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയും കർണനെയും ശിവസുന്ദരനും അടക്കമുള്ള ഒരുപാട് ആനകളുമായി അടുത്ത അനുഭവം ഉണ്ടായിരുന്ന കടുവ വേലായുധേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കോങ്ങാട് കുട്ടിശങ്കരൻ എന്നാണ്. കോങ്ങാട് കുട്ടിശങ്കരൻ എന്ന ആനയുടെ ആനലോകത്തെ പ്രസക്തി എന്ന ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരവും അതുതന്നെയാണ്. അദ്ദേഹത്തെ പോലെ അത്രയധികം അനുഭവ സമ്പന്നരായ ഒരു ആനക്കാരൻ, ഒരു ആനയെ അത്രമേൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലക്ഷണത്തിലും സ്വഭാവത്തിലുമെല്ലാം അത്ര മൗലികവും തനതായ ഒരു പ്രത്യേകതകളുമുള്ള ആനയായിരുന്നു കോങ്ങാട് കുട്ടിശങ്കരൻ. ആ കുട്ടിശങ്കരൻ്റെ ഇന്നലകളിലേക്ക്, അവൻ്റെ ജീവിതത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത്രമേൽ മേനിയഴകും ഗാംഭീര്യവും ഒത്തുചേർന്ന ഒരാനക്കേമനെ കണ്ടുമുട്ടുമ്പോൾ ആ ലക്ഷണപ്പെരുക്കങ്ങൾ കണ്ണിലും മനസ്സിലും ഒന്ന് ആവാഹിച്ചെടുക്കാനും മുട്ടി ഉരുമ്മി നിന്ന് തൊട്ട് തലോടാനും എത്ര തന്നെ ആഗ്രഹമുണ്ടെങ്കിലും അവൻ്റെ പേര് കേൾക്കുന്ന മാത്രയിൽ തീക്കട്ടയിൽ ചവിട്ടിയാലെന്നോണം മുന്നോട്ട് വെച്ച കാൽ സ്വയം അറിയാതെ എന്നോണം പിന്നോട്ടെടുത്ത് ചാടി മാറണമെങ്കിൽ നിശ്ചയമായും അവൻ ഒരാൺകുട്ടി തന്നെ ആയിരിക്കണം. വെറും ഒരാൺകുട്ടിയല്ല, മുറിച്ചിട്ടാൽ മുറി കൂടും മട്ടിലുള്ള ഒരാൺ പിറപ്പ്. ഒരാനയെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ, ഇപ്രകാരം അവൻ്റെ ഓർമ്മകളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ, അത് ഏതപ്പാ അങ്ങനെയൊരു മുതൽ എന്ന് ചോദിച്ച് ചിലരെങ്കിലും നെറ്റി ചുളിക്കുക സ്വാഭാവികം. പക്ഷേ മലയാള മണ്ണിലെ ആനപ്പാപ്പാന്മാർക്കിടയിലെ അഗ്രഗണ്യൻ എന്ന വിശേഷണത്തിന് അർഹനായ സാക്ഷാൽ കടുവ വേലായുധൻ എന്ന വേലായുധൻ ചേട്ടൻ അങ്ങേയറ്റം ഭക്തി ബഹുമാനങ്ങളോടെ ആരാധിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന ആനത്താരൻ അത് അവൻ തന്നെ ആയിരുന്നു എന്നറിയുമ്പോൾ ഓർക്കുക, അവൻ ഒന്നാം തരം ഉരുപ്പടി തന്നെയായിരുന്നു. കാതലുള്ള ധിക്കാരി എന്ന പ്രയോഗത്തിൻ്റെ കൺകണ്ട രൂപം തന്നെയായിരുന്നു. അവനായിരുന്നു കോങ്ങാട് എന്ന നാടിൻ്റെ നാമം ഉത്സവ കേരളത്തിൻ്റെ പടനിലങ്ങളിലേക്ക് എടുത്തുയർത്തിയ ഉഗ്രപ്രതാപിയായ കോങ്ങാട് കുട്ടിശങ്കരൻ.
വാക്കിലും നോക്കിലും പിന്നെ ആ പേരിൽ പോലും തീപ്പൊരി ചിതറിച്ച ഒരു യുഗപ്രഭാവൻ്റെ ഓർമ്മകളിലേക്കുള്ള ഒരു മടക്ക സഞ്ചാരത്തിലേക്കാണ് ഇക്കുറി നമ്മുടെ യാത്ര. 2 പതിറ്റാണ്ടിനപ്പുറം കോങ്ങാട് തിരുവാന്താംകുന്ന് ക്ഷേത്രത്തിന് സമീപത്തായുള്ള ദേവസ്വം മഠത്തിലും തൊടിയിലും അവിടെ തന്നെയുള്ള ആനത്തറിയിലുമൊക്കെയായി കോങ്ങാട് കുട്ടിശങ്കരനെ പകർത്തുമ്പോൾ ആകാശമേലാപ്പിലേക്ക് ശിരസ്സുയർത്തി നിൽക്കുന്ന വലിയ മഠത്തിൻ്റെ പ്രൗഢിക്കും പെരുമയ്ക്കും ഒത്തവിധം എല്ലാ അർത്ഥത്തിലും ശിരസ്സുയർത്തി പിടിച്ച് ചുവടുവെച്ച കോങ്ങാട് ആനയുടെ ചിത്രം മനസ്സിലിപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. തിരുവാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ ഊരായ്മ കുടുംബം താമസിച്ചിരുന്ന ഇടമായിരുന്നു ആ മഠവും തൊടിയും. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം കോങ്ങാടൻ ആന ഒരു ഓർമ്മ മാത്രമായി മാറിക്കഴിഞ്ഞ ഈ യാത്രയിൽ കുട്ടിശങ്കരൻ്റെ സ്വന്തം മഠം ഇപ്പോൾ നിശബ്ദതയുടെയും വള്ളിപ്പടർപ്പുകളുടെയും കടന്നുകയറ്റത്തിന് മുന്നിൽ വിറങ്ങലിച്ച് നെഞ്ച് തകർന്ന് നിലകൊള്ളുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിനും ചടുല താളത്തിനും ഒപ്പിച്ച് പിടിച്ചു നിൽക്കാനാകാതെ പാവം ഈ മന ഈ വിധം ഒറ്റപ്പെട്ടു പോയതിൻ്റെ കിതപ്പ് കുട്ടിശങ്കരൻ ഇന്ന് ഉയിരോടെ ഉണ്ടായിരുന്നെങ്കിൽ അവന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമെന്നതിൽ സംശയമില്ല. പുതിയ സൗകര്യങ്ങളും സാങ്കേതികതയും എല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ മനുഷ്യർക്കൊരു കാലത്ത് പ്രിയപ്പെട്ടതായിരുന്ന പലതും ഔട്ട്ഡേറ്റഡും അധിക ഭാരവുമായി മാറിയെന്ന് വരും. പക്ഷേ കുട്ടിശങ്കരനെ പോലെയുള്ള ഒരു ആനയ്ക്കും നമ്മുടെ ഭാഷയിലെ മിണ്ടാപ്രാണികൾക്കും അതങ്ങനെ ആവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് താവളവും കരുതലുമായി മാറുന്ന ഒരു വീടും പരിസരവും എന്നത് കേവലം കല്ലിനും സിമൻറ്റിനും മരത്തിനും അപ്പുറം ആത്മാവിൻ്റെ ഭാഗം തന്നെയാകും. ഒരിക്കൽ കുട്ടിശങ്കരൻ എന്തോ ഒരു ക്ഷിപ്രകോപത്തിൻ്റെ പേരിൽ ഒരാളെ കൊലപ്പെടുത്തിയ ദേവസ്വം മഠത്തിൻ്റെ വടക്കിനിയിലുള്ള അടുക്കള ഭാഗത്തേക്ക് ഒരിക്കൽ കൂടി അവനെ കൊണ്ടുവന്നപ്പോഴുണ്ടായ ഭാവമാറ്റം ആ മനസ്സിൽ ഇന്നലകളിലെ ഇടങ്ങൾക്കുമുള്ള സ്ഥാനം തന്നെയാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അരക്കിട്ടുറപ്പിച്ചത്. ഒരിക്കൽ കുട്ടിശങ്കരൻ്റെ ജീവിതത്തിൽ അവനൊരു കൊലപാതകം നടത്തിയിട്ടുള്ളൊരു പാപ്പാനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കൊലപാതകം ചെയ്തിട്ടുള്ളത് ഈ തറവാടിൻ്റെ ഈ ഒരു അടുക്കള ഭാഗത്ത് വെച്ചായിരുന്നു. അതിനുശേഷം വർഷങ്ങളോളം അവർ കുട്ടിശങ്കരനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാറില്ല. പിന്നീട് നമ്മളന്ന് നമ്മുടെ ചിത്രീകരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ഒരു കൊലപാതക കഥയെക്കുറിച്ച് കേട്ടിട്ടുള്ളപ്പോൾ പാപ്പാന്മാരോടും ഉടമകളോടും സംസാരിച്ചു. ഇത്രയും ഒരു കൊല നടത്തിയിട്ടുള്ള ഭാഗത്തേക്ക് ആന തിരിച്ചു വന്നാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവനെ നമ്മൾ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും ആനയുടെ റിയാക്ഷൻ? അത് ആന ഓർക്കുന്നുണ്ടാകുമോ, അല്ലെങ്കിൽ ആ ഓർമ്മകൾ അവനെ ഏതെങ്കിലും തരത്തിൽ ഹോണ്ട് ചെയ്യുന്നുണ്ടാകുമോ എന്നറിയാനുള്ള ഒരു കൗതുകത്തിൻ്റെ ഭാഗമായി പാപ്പാൻ മോഹനേട്ടനോട് കൂടി പറഞ്ഞ് ഞങ്ങൾ ആനയെ ഇവിടെ ഈ ഒരു അവന് ചോറ് കൊണ്ടുത്തുക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ ആന അതേ ഇവിടെ നിന്ന് ഇത്ര ഇങ്ങോട്ട് വരുന്നൊരു സമയത്തേക്ക് പെട്ടെന്ന് ആനയിലുണ്ടായൊരു ഭാവമാറ്റം അത് ഞങ്ങളെല്ലാവരെയും ഞെട്ടിക്കാൻ പോകുന്നതായിരുന്നു. മോഹനേട്ടൻ എത്രയധികം ശ്രമിച്ചിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ആന ഇങ്ങോട്ട് വന്ന് വരികയും പെട്ടെന്ന് അവൻ്റെ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായി. എന്തൊക്കെയോ ഇതുപോലെ ആന പെട്ടെന്ന് ഇതിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുകയോ ഇവിടെ നിന്നും മാറാൻ അത്രയും നേരവും സമാധാനപ്രിയനായിട്ട് നിന്നിരുന്ന ആന പെട്ടെന്ന് അവനിൽ എന്തോ ഒരു ഭാവമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നത് ഇത്രയും വർഷങ്ങൾ നീണ്ട ആന അനുഭവങ്ങൾക്കിടയിലെ ഒരു കൗതുകരമായ കാഴ്ച. കൗതുകത്തിനൊപ്പം തന്നെ നമ്മളെ ഒരു പുതിയതായിട്ട് ആനകളുടെ ഓർമ്മകളെ സംബന്ധിച്ച് നമുക്കൊരു പുതിയ ഉൾക്കാഴ്ചയും ഒരു അറിവും പ്രദാനം ചെയ്ത ഒരു അനുഭവം തന്നെയായിരുന്നു.
കോങ്ങാട് ദേശത്തെ വലിയൊരു ജന്മി കുടുംബവും ഒരു കാലത്ത് 20-ലധികം ആനകളുടെ വരെ ഉടമയുമായിരുന്ന ചിന്നക്കുട്ടൻ നായരുടെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് ഇവനെ കോങ്ങാട് തിരുമാന്താംകുന്നിൽ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. ചിന്നക്കുട്ടൻ നായരുടെ ഭാര്യാപിതാവിൽ നിന്നായിരുന്നു ചിന്നക്കുട്ടൻ നായരിലേക്ക് ആനകളും ആനക്കമ്പവും വന്നു ചേരുന്നത്. ഭാര്യാപിതാവായ കുട്ടിശങ്കരൻ നായരുടെ പേരിൽ കുടുംബം ഗുരുവായൂരിൽ ഒരാനയെ നടക്കിരുത്തി. 65ഓളം ആനകൾ വരെ ഉണ്ടായിരുന്ന പുന്നത്തൂർ കോട്ടയിലെ ഉഗ്രപ്രതാപികളിലെ 1-ാം നമ്പർ തീപ്പൊരി എന്നാണ് ആനക്കാർക്കിടയിലെ എഴുത്തുകാരനായ ഗുരുവായൂർ കൃഷ്ണൻകുട്ടി ആ കുട്ടിശങ്കരനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഗുരുവായൂരിൽ ആനയെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം തട്ടകത്തിൻ്റെ നാഥയായ തിരുമാന്താംകുന്നിൽ അമ്മയ്ക്കും നല്ലൊരാനയെ സമർപ്പിക്കണം എന്ന് ചിന്നക്കുട്ടൻ നായർക്കൊരാഗ്രഹം. പക്ഷെ ആ മോഹം സാക്ഷാത്കരിക്കും മുമ്പേ ചിന്നക്കുട്ടൻ നായർ വിടവാങ്ങി. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് കോങ്ങാട് തിരുമാന്താംകുന്നിൽ അമ്മയ്ക്കായി ആനയെ നടക്കിരുത്തിയത്. അവൻ്റെ പേരും കുട്ടിശങ്കരൻ എന്ന് തന്നെ. ഗുരുവായൂരിലെ കുട്ടിശങ്കരൻ വെടിമരുന്നാണെങ്കിൽ കോങ്ങാട്ടെ കുട്ടി തീക്കൊള്ളിയെങ്കിലും ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ.